2005 ഇഞ്ചക്ടർ 800 38 രൂപ. ഇതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. 2010 ഈ വർഷം സെപ്റ്റംബറിൽ റീടെസ്റ്റ് വരും. കിടിലം വണ്ടി. 4 അലോയ്സ് 4 പുത്തൻ ടയർ, നല്ല കൂടിയ അലോയ്സ് 4 പുത്തൻ ടയർ, ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. 2010 അവസാനം വാഗണാർ 45,000 കിലോമീറ്റർ. സിംഗിൾ ഓണറാണോ സെക്കൻഡ് ഓണറാണോ എന്ന് അറിയാൻ വയ്യ, ബുക്കിൽ അറിയാൻ വയ്യ. 60,000 കിലോമീറ്റർ ഓടിയ ഷോറൂമിൽ കിടക്കുന്ന പുതുപുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് ആൾട്ടോ. എല്ലാം ടയർ പുത്തനാണല്ലോ. 2013 സെയിൽ, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്. ഒറിജിനൽ സ്ഥലപ്പേര് തട്ടുപാലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള, തിരുവനന്തപുരം ജില്ല ആയില്ല, തിരുവനന്തപുരം ജില്ലയ്ക്കും കൊല്ലം ജില്ലയ്ക്കും ഏറ്റവും അടുത്ത് അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സ്ഥലമാണ് തട്ടുപാലം എന്ന സ്ഥലത്ത്. സാധാരണക്കാർക്കായിട്ടുള്ള ഷോപ്പായ ഈഞ്ചവിളയിലാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഇത്തവണ ഒരുപാട് എൻക്വയറീസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഈഞ്ചവിളയിൽ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതും വന്നില്ല. എൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് NGN എന്ന് പറയുന്ന യൂട്യൂബർ കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ എൻക്വയറീസ് വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിന് ശേഷം ഇവിടെ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ എന്നൊരു പ്രത്യേകത കൂടി ഈ വീഡിയോയിലുണ്ട്. 38,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ് കിടക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി. പിന്നെ ഒരു കാര്യം പ്രത്യേകം, 38,000 രൂപയുടെ വണ്ടിക്ക് 38,000 രൂപയുടെ ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാവും. കൂടിപ്പോയ ഒരു 50,000 രൂപ വരെ പ്രതീക്ഷിക്കുക. അല്ലാതെ 1.5 ലക്ഷം രൂപയുടെ ക്വാളിറ്റിയും പ്രതീക്ഷിച്ചുകൊണ്ട് 38,000 രൂപയുടെ വണ്ടി കാണരുത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാൻ നമ്മൾ സലീമിക്ക ഓണർ വന്നിട്ടുണ്ട്. ഖമൻ മൊലാലി, ഖമൻ. സാധാരണക്കാരൻ്റെ പൊന്നോമന പുത്രൻ. ഹായ്, നമസ്കാരം. നമസ്കാരം. അപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഈ എല്ലാവർക്കും ഈ ഒരു മാസം, അതായത് ഈ ജാനുവരി മാസം കച്ചവടം തീരെ കുറവാണെന്നാണ് പറയുന്നത്. അല്ല, കച്ചവടം കുറവില്ലായിരുന്നു. കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ഉള്ള കാര്യമില്ലെന്ന് പറഞ്ഞോളല്ലോ, കച്ചവടം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു സ്റ്റോക്കിന് ഒരു എന്താ 38 രൂപ കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട്. അതെങ്ങനെയാണ്? അത് കൈ കടിച്ചോണ്ടേ പോകും. അതെങ്ങനെയായാലും കൊടുക്കും. ഓക്കെ. പിന്നെ അതുപോലെ 38 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ ഉണ്ട്. സാധാരണക്കാർക്കുള്ള ഒരുപാട് നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ, നല്ല വണ്ടികൾ. നല്ല ഇത് സെയില് 140 കൊടുക്കാൻ. സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, സെയിലിൻ്റെ കൂടിയ വണ്ടി, ചെവർലെ സെയിൽ. അതുപോലെ 4 അലോയ്സും പുത്തൻ ടയറുള്ള സ്വിഫ്റ്റ്, പിന്നെ കേട്ടൻ, ഇയോൺ 15, ഇയോൺ 12, വാഗണാർ 10, ബീറ്റ് LT 2013, അൾട്ടോ LX. അല്ല, നല്ല വണ്ടി കണ്ടുകൊണ്ടെടുത്തു. നല്ല വണ്ടി, നല്ല എൻജിൻ കണ്ടീഷനുള്ള നല്ല വണ്ടി ആയതുകൊണ്ട് ബീറ്റ് എടുത്തു. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ആൾട്ടോ ഷോറൂം കണ്ടീഷൻ 2010 LXi, 2011 വിളിച്ച് പറഞ്ഞ് തീർത്തുകളയാതെ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പോകെ പറയാം. ഓക്കെ. 2012 എറാ പ്ലസ് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്ന വണ്ടി. ഒരു പോറൽ പോലും ഇല്ല. സെക്കൻഡ് ഓണർ, 69,000 കിലോമീറ്റർ, 4 പുത്തൻ ടയർ, ഒരു പോറൽ പോലും ഒന്നുമില്ല. അകത്ത് ഫാബ്രിക് സീറ്റാണ്, കമ്പനി സീറ്റ് കവറാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ LCD ഒക്കെ ഉണ്ട്. വണ്ടിക്ക് അകമൊക്കെ കാണാനൊക്കെ നല്ല നീറ്റാണ്. 69,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. സെക്കൻഡോ ഫസ്റ്റോ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. ഒരു പോറല് പോലും ഇല്ല. 4 പുത്തൻ ടയർ, 1.45 വില. 1.45 ലാസ്റ്റ് പ്രൈസ് ആണ്. അതെ. ഏത് വർഷമായിരുന്നു? 2012. കിടിലം വണ്ടി, എറാ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ. ഓക്കെ. സീറ്റ് കവർ അതി മോശമാണ്. ആകെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. സീറ്റ് കവർ എന്ന് പറയാൻ മോശമൊന്നുമല്ല. മോശം പറയാൻ ഞാൻ കണ്ടില്ല. ചെറിയ ഡാമേജ്. എവിടെ നിൽക്കുന്ന ഡാമേജ്? അല്ല, ഈ ഒരു അഴുക്കൊക്കെ ഉള്ളത്. അല്ല, ചെറിയ ഡാമേജ് അവിടെയുണ്ട്. ഫ്രണ്ടിലുണ്ടോ? ഫ്രണ്ടിൽ ചെറിയ ഡാമേജ് ഉണ്ട്. അതെവിടെയാണ്? ഈ സൈഡിലെ ഡ്രൈവർ സൈഡ് അല്ലേ? അത് അവിടെ ഒരു സ്വപ്പം ഡാമേജ് ഉണ്ട്. അത് മാത്രമേ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. ചെറിയ നിരപ്പ് ആ ഭാഗത്തൊക്കെ ഉണ്ട്. വണ്ടി നല്ല പുതുപുത്തൻ കണക്കിരിക്കുന്ന വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. 2015 ലാസ്റ്റ് ഇയോൺ, സെക്കൻഡ് ഓണർ. അതേപോലെ തന്നെ പുതുപുത്തൻ വണ്ടി പോലെ ഇരിക്കുക.
കേട്ടോ. ഇതിനാകുമ്പോൾ യാതൊരുവിധ ഫോൾട്ടും ഇല്ല, ചെറിയ കിലോമീറ്റർ. ഇതേതാ വേരിയൻറ്റ്? ഡിലൈറ്റ് പ്ലസ് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഉണ്ട്, നല്ലൊരു നല്ല ടയർ, നല്ല സീറ്റ് കവർ എന്ന് പറഞ്ഞാൽ ഒരു പോറൽ പോലും ഇല്ല. വേണമെങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്ക്. ബാക്ക് സൈഡ് നോക്കിയാലും കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയർ ആവറേജ് ടയേഴ്സ്, ഫ്രണ്ടിലെ നല്ല പുതിയ ടയർ, നല്ല ടയർ. പോറലൊന്നുമില്ല, ഒരു പോറലോ സ്ക്രാച്ചോ ഒന്നുമില്ല. ഇത് 190 ലാസ്റ്റ് പ്രൈസ് ആണ്. അതെ. 2014 LXi സിംഗിൾ ഓണറാണോ? തേർഡ് ഓണർ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, നല്ല ടയറുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സസ്പെൻഷനുകൾ, ഗിയർ ബോക്സ്, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ കൊള്ളാം. വണ്ടി വൃത്തിയുണ്ട്, അതൊക്കെ കാണാൻ കൊള്ളാം. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്, സ്ക്രാച്ചസ് ഒന്നുമില്ല. പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് കാണാനൊക്കെ കൊള്ളാം. ബാക്ക് ടയർ ആവറേജ് ടയറാണ്, ഫ്രണ്ടിൽ പുതിയ ടയർ. എത്ര ചോദ്യം? ഇത് 185. ഒരു സ്ക്രാച്ചസും ഇല്ല. ഇപ്പോൾ ഈ 185 എന്ന് പറഞ്ഞാൽ ഇത് ഏത് വർഷം ഏതാ? 2014. അപ്പോൾ ലോൺ കിട്ടുമല്ലോ? ലോൺ കിട്ടും. അപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര നമ്മൾ ആദ്യം ഇടേണ്ടി വരും? അവർ തരുന്നതിൻ്റെ ബാക്കി പൈസ ഒരു 1.5 രൂപയൊക്കെ ഓക്കെ ലോണ് കിട്ടും. സാധാരണ ഞാൻ എടുക്കാത്ത വണ്ടിയാണ് ഈ B2, പക്ഷേ നല്ല വണ്ടി, LT വണ്ടി, 69,000 കിലോമീറ്റർ, തേർഡ് ഓണർ, നല്ല ടയറുകൾ, ഓടിക്കാൻ നല്ല സുഖം, നല്ല എൻജിൻ, ഡീകംപ്രഷൻ ഇല്ല, മറ്റൊരു കംപ്ലൈൻറ്റും ഇല്ല. 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, LT വണ്ടി. AC ഒക്കെ വർക്ക് ചെയ്യും? നല്ല, എല്ലാം വർക്കിംഗ് ആണ്, എല്ലാം. 4 പവർ വിൻഡോ, LT മാനുവൽ. 95 രൂപ വില. 95,000. നല്ല ബീറ്റ് ആയതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. ബമ്പറിൽ ചെറിയ സ്ക്രാച്ചസ് ഇതാണ്ട് ഈ ബാക്ക് സൈഡിൽ ഉണ്ട്. അത് മാത്രമേ ഒരു അപാകതയായിട്ട് പറയാനുള്ളൂ. ചെറിയ പൈസക്ക് ടച്ച് ചെയ്യാന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. 95,000. ബമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തു. കാണിച്ചു. അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ വലുതായിട്ടും ദൂരെ വെച്ച് കാണിക്കുമ്പോൾ വളരെ ചെറുതായിട്ടും തോന്നും. പെട്രോൾ അല്ലേ? ഡീസൽ. 2013 സെയിൽ, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ. ഈ 65,000 കിലോമീറ്റർ ജെന്യുവൻ വണ്ടി, ഏറ്റവും കൂടിയ വണ്ടി. നല്ല ടയർ, ABS ഒക്കെ ഉള്ള വണ്ടി. ഇത് എയർ ബാഗ് ഒന്നും പെട്രോൾ. മിറർ പൊട്ടിയിരിക്കുകയാണ്. റെയർ വ്യൂ മിറർ പൊട്ടി. ആ സിംഗിൾ മേടിക്കാൻ കിട്ടുന്നതാണ്, ഗ്ലാസ് മാത്രം. വണ്ടി സീറ്റ് കവർ കമ്പനി സീറ്റ് കവറാണ് കേട്ടോ. ചെറിയ അഴുക്കൊക്കെ സീറ്റ് കവറിലുണ്ട്, കവർ ചെയ്തിട്ടില്ല. റീപ്ലേസ്മെന്റ്സ് ഓടിക്കാൻ ഒന്നുമില്ല, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. എങ്ങനെ? 4 പവർ വിൻഡോ ആണോ? ഏറ്റവും കൂടിയ വണ്ടി, ഏറ്റവും കൂടിയതാ. അതായത് അന്നത്തെ ടോപ്പ് വണ്ടി. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്ക് ടയറും അത്യാവശ്യം നല്ല ടയറുണ്ട്. ടയർ മോശമാണ്, അത്ര നല്ലതൊന്നുമല്ല. ടയർ മാത്രമേ മോശമുള്ളൂ, ബാക്കി ഒന്നും മോശം അല്ല. അത് മോശം. എത്ര ചോദിക്കുന്നത്? ചെറിയ സ്ക്രാച്ചസ് കാണിച്ചു കൊടുത്തേ. അതാണ് ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ആണ് കേട്ടോ, മൈന്യൂട്ടായ. എത്ര ചോദ്യം? ഇത് 140. നല്ല വണ്ടി, ഓടിക്കാനൊക്കെ നല്ല സസ്പെൻഷൻ കൊള്ളാം, എൻജിൻ കൊള്ളാം, ഗിയർ ബോക്സ് കൊള്ളാം. 2013 LX Alto 800, പവർ സ്റ്റിയറിംഗ് ഇല്ല, AC മാത്രമേ ഉള്ളൂ. നല്ല വണ്ടി, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓടി എന്ന് വെച്ചാൽ എന്താ, അതിനൊക്കെ വിലയില്ലേ ഉള്ളു. 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. അകോമ്പറും ഒക്കെ കൊള്ളാം, ഒരു പോറലോ സ്ക്രാച്ചോ ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല എൻജിൻ, സസ്പെൻഷൻ, ഗിയർ, ടയർ എല്ലാം കൊള്ളാം. സ്ക്രാച്ചസ് ഒന്നുമില്ല, എടുത്ത് ഓടിയാൽ മാത്രം മതി. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ല. 135 വില. ടയർ ആവറേജ് ടയർ എത്ര ചോദിക്കും? 135. 2005 ഇഞ്ചക്ടർ 800, 38 രൂപ. ഇതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ടയർ മാറി കൊടുക്കുമോ? ഇല്ല, ഈ കാണുന്ന കണ്ടീഷനാണ് എല്ലാ വണ്ടികളും. വണ്ടിക്ക് അകം കൊള്ളാം, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. AC വർക്ക് ചെയ്യുമോ? AC കൂളിംഗ് കുറവുണ്ട്. കുറവുണ്ട്. ഗ്യാസ് അടിച്ചാൽ ചിലപ്പോഴും വർക്കാവും, ചിലപ്പോഴും വർക്കാവില്ല.
സ്റ്റീരിങ് ആയില്ലെങ്കിൽ ശരിയാക്കി എടുക്കണം. 38 രൂപയുള്ളൂ. സാധാ 800-ന്റെ 2000, 2003 അതിനൊക്കെ തന്നെ 50 രൂപ വിലയുണ്ട്. സ്റ്റീരിയോ ഒക്കെ വർക്ക് ചെയ്യോ? വർക്കാവുമായിരിക്കും, വർക്കാക്കി നോക്കിയിട്ടില്ല. സ്റ്റീരിയോ ഒക്കെ ഇരിപ്പുണ്ട്. ചെറിയ വിലയല്ലേ ഡോർ പാഡൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടായിരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കും? 38 രൂപ. 2800 തന്നെ കഴിഞ്ഞ ഇവിടെ കിടന്നത് ടെസ്റ്റായ വണ്ടി കൊടുത്തത് 40 രൂപയ്ക്കാണ്. 40 രൂപ. ഇത് 2005 ഇഞ്ചക്ഷനാണ്, മറ്റേത് കാർബറേറ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ടയറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയ വിട്ടിട്ട് കുറച്ചൊക്കെ ഓടും, പിന്നെ മാറിയെന്നോ എല്ലാം ഒരുമിച്ച് മാറണ്ട, പല സമയമായിട്ട് മാറിയാൽ മതി. 2006-7 രജിസ്ട്രേഷൻ LX അൾട്ടോ ആണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2-3 ആണ്. ഇതിൻ്റെയും ടയർ മോശം, ബാക്ക് ടയറുണ്ട്. ബാക്ക് കൊള്ളാം, ഫ്രണ്ട് കുഴപ്പമില്ല. ബാക്ക് നല്ല ടയർ, ഫ്രണ്ട് മോശമാണ്. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി കേട്ടോ. സസ്പെൻഷൻ, ഗിയർ ബോക്സ്, ചെറിയ വണ്ടികളല്ലേ. 70 രൂപ. 70 രൂപ. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയുണ്ട്, നല്ല വണ്ടി. ഫ്ലോർ നല്ല കൂളിംഗ് AC ഒക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഡോർ പാഡും ഒക്കെ വൃത്തിയുണ്ട്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ ഈ സൈഡ് നോക്കിയാലും തുരുമ്പൊന്നുമില്ല. വണ്ടി ആ രീതിയിലെല്ലാം വൃത്തിയുള്ള വണ്ടി തന്നെ. അകവും കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പുറം വലിയ അട്രാക്റ്റീവ് ഗ്ലാമറൊന്നും അല്ല, എന്നാലും പാച്ച് വർക്കില്ല, തുരുമ്പില്ല. പെയിൻറ് അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല, ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സൂപ്പർ വണ്ടി. പഴക്കം വരുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് വരുമല്ലോ, ചെറിയ വണ്ടി നല്ല വണ്ടി. പരിപാടിയുണ്ട്. എൻജിനൊക്കെ നല്ല സ്മൂത്ത് എൻജിൻ, AC നല്ല കൂളിങ്. ആണ്ട് ഇവിടെ ചെറിയ ബമ്പറിൽ ചെറിയ വിഷയമുണ്ട്. എത്ര ചോദിക്കുന്നത്? 70 രൂപ ലാസ്റ്റ് പ്രൈസ് ആണ്. അതൊക്കെ ലാസ്റ്റാണ്. ഇതൊക്കെ ചെറിയ മാർജിനിൽ കൊടുക്കില്ലേ. 2007 LXi സെൻ എസ്റ്റിലോ, നല്ല ടയറുകൾ, നല്ല സസ്പെൻഷൻ, നല്ല ഗിയർ എല്ലാം ഉണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ കിടക്കുകയാണ്. ഇന്റീരിയറൊക്കെ നല്ല കിടില് ഇന്റീരിയർ. മുതൽ ചോദിക്കുന്ന വിലയെക്കാട്ടി കൂടുതലാണ്. 1.5-ന് കൊടുക്കാം. മുതൽ അതിൽ കൂടുതലുള്ളതാണ്. ചിലപ്പോൾ ഇനി വരുന്നവർക്ക് ഇനി വില കൂടുതലാണെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും പോവാത്തല്ലേ. പക്ഷെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. നല്ല സൂപ്പർ വണ്ടി. ഒരു പൈസയും ചിലവാക്കാതെ ഓടിച്ച് നടക്കാൻ പറ്റിയ വണ്ടി. 1 രൂപയും ചിലവാക്കണ്ട. 2-2.5 വർഷം കഴിഞ്ഞ് റീടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ആക്സിഡൻ്റ് ഒന്നുമല്ല. നല്ല വണ്ടി, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. 2010 അവസാനം i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് അല്ല, ക്ലീൻ വണ്ടി. ഇപ്പോഴും ഒരു 17,000 രൂപ ചിലവാക്കി. റിവേഴ്സ് എടുത്ത സമയത്ത് ചെറിയൊരു തെറുപ്പ് പോലെ ഉണ്ടായിരുന്നു. ഒരാളൊന്ന് നോക്കി അങ്ങനെ ഒരു വിഷയം പറഞ്ഞ് അത് ക്ലിയറാക്കി. ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കും എല്ലാ ഗിയറും ഇടുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ്. എൻജിൻ, ഗിയർ ബോക്സ്, സസ്പെൻഷൻ എല്ലാം ഹൈ ക്വാളിറ്റിയാണ്. 4 ഡോർ പവർ വിൻഡ് ആണല്ലേ? ഏറ്റവും കൂടിയ വണ്ടി സ്പോർട്സ് മോഡ്. സ്പോർട്സ് നല്ല വൃത്തിയുണ്ട് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 12-13. അതെ, ടയർ എല്ലാം പുതിയ ടയർ, നല്ല ടയർ. ഫ്രണ്ട് ബമ്പറിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അതൊന്ന് കാണിച്ചു കൊടുത്തേ. നീ അത് കാണിച്ചില്ലെന്ന് പറയരുത്. ചെറിയൊരു വളരെ മൈന്യൂട്ടാണ്, 1 രൂപ തൊട്ടിൻ്റെ. അതല്ലാതെ വേറെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. 60,000 കിലോമീറ്റർ ഓടിയ ഷോറൂമിൽ കിടക്കുന്ന പുതുപുത്തൻ വണ്ടി എങ്ങനെയിരിക്കും അതുപോലെ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് അൾട്ടോ. എല്ലാം ടയർ പുത്തനാണല്ലോ. എല്ലാം കൊള്ളാം. 2 ടയർ നല്ല പുത്തൻ ടയർ. അകം കൊള്ളാം, പുറം കൊള്ളാം, എല്ലാം കൊള്ളാം. ഒരു പുതിയ വണ്ടി എങ്ങനെ ഓടിക്കും അതേ കണക്കിരിക്കും കാണാനും ഓടിക്കാനും. 72 രൂപ. സീറ്റ് കവറൊക്കെ അത്യാവശ്യം ക്വാളിറ്റി കിടക്കും. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിയുടെ ലുക്കിൽ കിടക്കും. ക്വാളിറ്റി ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുമ്പോഴും വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, നല്ല ക്ലീൻ കോഴിമുട്ടാണൊക്കെ ഇരിക്കുക വണ്ടി. പെയിന്റ് ഫെയ്ഡ് ആയതുപോലെ ഒന്നുമില്ല, നല്ല പെയിന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുക അതേ കണക്ക്. 3-4 വണ്ടികൾ അങ്ങനത്തെ ഉണ്ട്, 3-5 എണ്ണം അങ്ങനത്തെ വണ്ടികൾ കിടക്കുക. ഷോറൂമിൽ കിടക്കുന്ന വണ്ടികൾ പോലെയുള്ള വണ്ടികൾ. വാഗണാർ 2010, സ്വിഫ്റ്റ് 2010, ഇയോൺ 2 എണ്ണം, അതൊക്കെ ഷോറൂം കണ്ടീഷനിൽ കിടക്കുക. 2010 ഈ വർഷം സെപ്റ്റംബറിൽ റീടെസ്റ്റ് വരും. കിടിലം വണ്ടി,
4 അലോയ്സ് 4 പുത്തൻ ടയർ, നല്ല കൂടിയ അലോയ്സ് 4 പുത്തൻ ടയർ. ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. ആകെ ബമ്പറിലൊരു സ്ക്രാച്ച് ഉണ്ട്, അല്ലാതെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഹൈ ക്വാളിറ്റി വണ്ടി. 1.85 വില. 1.85? ആ. ഏത് വർഷമായിരുന്നു? 2010 ലാസ്റ്റ്. ഈ വർഷം സെപ്റ്റംബറിൽ റീടെസ്റ്റ് വരും. സെപ്റ്റംബർ കഴിഞ്ഞും ഇൻഷുറൻസ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? 4 ഡോർ പവർ വിൻഡോ, VDI ഡീസൽ. 1.45 ഓടിയിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ട്. മാറിയിട്ടേക്കാം. ഫ്ലോർ മാറ്റൊക്കെ ഒരു ചെറിയൊരു വിഷയമുള്ള ബമ്പറിലൊരു സ്ക്രാച്ച്. ഇവിടെ നോക്കിയാലും ഡോർ പാഡൊക്കെ കൊള്ളാം. ഇവിടെ മാത്രം ഒരു ഇത്തിരി തുരുമ്പുണ്ട്, അല്ലാതെ ഒന്നും കാണുന്നില്ല. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. 4 നല്ല ടയറുണ്ട്. പുത്തൻ ടയർ. റീപ്ലേസ് ആയിട്ടൊന്നും കാണുന്നില്ല. ബ്ലാക്ക് അടിച്ചിട്ടുണ്ടല്ലേ മേളിൽ. അല്ലാത്ത പക്ഷം എന്താണ് ഇവിടെ ചെറിയ ഒരു പരിപാടിയുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഞാനും കാണുന്നില്ല. എത്ര ചോദിക്കുന്നേ? 1.85. 1.85. 2010 അവസാനം വാഗണാർ. 45,000 കിലോമീറ്റർ. സിംഗിൾ ഓണറാണോ സെക്കൻഡ് ഓണറാണോ എന്ന് അറിയാൻ വയ്യ, ബുക്കിൽ അറിയാൻ വയ്യ. അല്ല 2010 എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഓടിയിട്ടുള്ളോ? ആ, വണ്ടി കണ്ടോ ഇരിക്കുന്നത്. ഈ ടയർ ഇതിൻ്റെ 4 ടയറും 2 ടയറും മോശമാണ് കേട്ടോ. ടയർ മാത്രമേ മോശമുള്ളൂ, വേറെ ഒന്നും മോശമില്ല. കമ്പനിയിൽ നിന്ന് വന്ന ടയറാണ്. ടയർ മാറിയിട്ടില്ല. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി വണ്ടി. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ. വണ്ടി കാണാൻ വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. ഇൻഷുറൻസ് എടുത്ത് 1.85 കൊടുക്കും. 1.85. വണ്ടി പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന കണക്കിരിക്കും. വലൈക്കും സലാം. ഉണ്ടല്ലേ. ടയർ മൊട്ട. ഈ ടയർ മൊട്ട. ബാക്ക് സൈഡൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ഒരു പോറൽ പോലും ഇല്ല. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ഷോറൂം കണ്ടീഷനിൽ കിടക്കാം. ഈ ടയർ ആവറേജ് ടയറുണ്ട്. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല. ടയർ ആവറേജ് കൂട്ടിയാൽ മതി, ആവറേജ് താഴെയുണ്ട്. അതെ അതെ അതെ. വണ്ടിക്ക് യാതൊരുവിധ കുഴപ്പമോ റീപ്ലേസോ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ചോദ്യം എത്ര ഏട്ടാ? 1.85. 1.85. 2011 LX ആൾട്ടോ. തുച്ഛമായ വില 88 രൂപ. നല്ല വണ്ടി. നല്ല തുച്ഛമായ 62,000 കിലോമീറ്റർ അങ്ങാണ്ടേ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ. ഇതും ടയർ നല്ലതാണ്. റീപ്ലേസോ ആക്സിഡന്റോ ഒന്നുമില്ല. കാണാനൊക്കെ കൊള്ളാം. നല്ല വണ്ടി. 2011 അവസാനം LX വണ്ടി. 88 രൂപ. ഓക്കെ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ഫ്ലോർ ഡോർ പാൻഡ് ഇവിടെ കുറച്ച് ഫെയ്ഡുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ടയറെല്ലാം ആവറേജ് കൂടിയ ടയറുണ്ട്. ബാക്കൊക്കെ കൊള്ളാം. ഈ പഴയ വണ്ടിക്ക് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സംശയം, 1-2 കടകളിൽ നിന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ഒരു ഇത് വെച്ച് ചോദിക്കുന്നതാണ്. ഈ ഫ്ലോർ മാറ്റ് അടിച്ചിടുന്നത് തുരുമ്പ് മറയ്ക്കാൻ വേണ്ടിയാണ്? ഒരിക്കലും അല്ല. അല്ല, പരിപാടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അകത്ത് തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്, വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക് ഫ്ലോർ മാറ്റ് അടിച്ചിരുന്നത്. അപ്പൊ അകത്തോട്ട് വെള്ളം ഇറങ്ങത്തില്ല. സ്വാഭാവികമായി അത് അങ്ങനെയാണ് ഇടുന്നത്. പക്ഷെ ഇപ്പം അല്ല പറയുന്നവർക്കിപ്പോ എല്ലാവരും നമുക്ക് അങ്ങനെ ഇടുന്നത് അതിന് വേണ്ടിയാണെന്നുള്ള രീതിയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അടിയിൽ കൂടെ കയറി നോക്കിയാലേ തുരുമ്പുണ്ടാന്ന് അറിയത്തുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മുകളിൽ കൂടെ പൊക്കി നോക്കുന്നത് മാത്രമല്ലേ കാണത്തുള്ളൂ. അടിയിൽ കൂടെ കയറി നോക്കിയാൽ എവിടെ ഹോളുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ അങ്ങനെ നോക്കിയെടുത്തിട്ടിരിക്കുന്ന വണ്ടികളാണ്. ഒന്നുമില്ല, നല്ല വണ്ടി. ടയറൊക്കെ 11 അവസാനം വണ്ടിയാണ്. 60,000-65,000 കിലോമീറ്ററേ ഉള്ളൂ. സെക്കൻഡ് ഓണർ. 88 രൂപ. എങ്ങും കിട്ടത്തില്ല. ഇതൊക്കെ എങ്ങനെ? ഒന്നുമില്ല. 2005 മാരുതി 800. 45 രൂപ. 45,000. ആ, ഇത് MBFI ആണ്. MBFI AC ഒക്കെ വർക്ക് ചെയ്യും. നല്ല വർക്കിംഗ്. ടയർ കൊള്ളാം. ഇന്റീരിയർ ഓടിക്കാനൊക്കെ കൊള്ളാം. നല്ല വണ്ടി. സ്റ്റീരിങ് ഒന്നുമില്ല. AC ഉണ്ട്. വണ്ടിക്കകം ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. കാണുന്ന ഒരു വൃത്തിയൊക്കെ അതിനുണ്ട്. ബാക്ക് കാണാൻ നല്ല രസമല്ലേ വണ്ടി. ടോട്ടൽ ടയർ സീറ്റൊക്കെ വെച്ചിട്ട് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പാച്ച് വർക്ക് വല്ലതും ഉണ്ടോ? പാച്ച് വർക്കൊന്നും അത്യാവശ്യം പാച്ച് വർക്കൊന്നും ഇല്ല ഇതില്. എത്ര പൈസ? 40? 45 രൂപ. 48? 45. സനൂപ് ഇത് 2010 സ്വിഫ്റ്റ് ആണ്. ഞാൻ ഒരു ഗൾഫിൽ നിന്നൊരു കക്ഷി കച്ചവടമാക്കി 4 മാസം ഇവിടെ ഇട്ടിരുന്നു. പാർട്ടി വന്നെടുത്തു. ഞാൻ എയർപോർട്ടിൽ പോയി എടുത്തു. അദ്ദേഹം കൊണ്ടുപോയി എവിടെ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ട് ചെന്ന സമയത്ത് എവിടെ പാച്ച് വർക്കുണ്ട്. 1-2 ചെറിയ കംപ്ലൈൻറ്റുകൾ കാണിച്ചു തന്നു. ആ ഡോറിൻ്റെ അടിയൊന്ന് കാണിച്ചു കൊടുക്ക്.
മെയിനായ വിഷയം എന്ന് പറയാൻ നോസലിൻ്റെ പൈപ്പ് ഒരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഡീസൽ ലീക്കായി അതിൻ്റെ ഹെഡിൻ്റെ സെൻറ്ററിൽ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. പിന്നെ ചെറിയ ചെറിയ തുരുമ്പിൻ്റെ അംശം ഉണ്ട്, നമ്മൾ കാണുന്ന ഭാഗങ്ങളിലുണ്ടായിരുന്നു. അതൊന്ന് കാണിച്ചു കൊടുക്കാം. അദ്ദേഹം എവിടെ കൊണ്ടു ഇതിൻ്റെയൊക്കെ പുട്ടിയുടെ അളവും ഒക്കെ അളന്ന് നോക്കിയപ്പോൾ കൂടുതലെന്ന് പറഞ്ഞ് റിട്ടേൺ വന്നു. അതാണ്ട് ഈ ഡോറിൻ്റെ കാടി എന്ന് കാണിച്ചു കൊടുത്തേ. ഇതിനകത്തുണ്ടല്ലേ? അടുത്ത് വെച്ച് കാണിച്ചാൽ വലുതായിട്ടും തോന്നും, ദൂരെ വെച്ച് കാണിച്ചാൽ ചെറുതായിട്ടും തോന്നും. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുള്ള വണ്ടി അതിൻ്റേതായ വിലയ്ക്കാണ് കൊടുത്തത്. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് ഈ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എണ്ണ അടിച്ച പൈസ ഉൾപ്പെടെ അദ്ദേഹത്തിന് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ്ടേ ഈ ഹിഞ്ചസ് ഇത്രയും ചെറിയൊരു സാധനം ദൂരെ വെച്ച് കാണിച്ചാൽ ചെറുതും അടുത്ത് വെച്ച് കാണിച്ചാൽ വലുതുമാണ്. ഇവിടെ 4 മാസം കച്ചവടം ചെയ്തിട്ട് ഈ മഴ സമയത്ത് ഇവിടെ ഇട്ടിരുന്ന് പറ്റിയതാണ്. അതാണ്ട് ഈ ഒരു ഹിഞ്ചസിൽ തുരുമ്പുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കംപ്ലൈൻറ്റുകൾ. പിന്നെ അതാണ്ട് ഈ ഡോറിൻ്റെ അടിയിൽ കുട്ടിയുടെ ഇതുണ്ട് അല്ലേ? അത് മറ്റേ ഡോറാണ്. ഇത് എന്താണ്ട് അവിടെ ഒരു ചെറിയ വെള്ളം പോകാനുള്ള ഹോള് കുറച്ച് വലുതായിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളാണ്. അടുത്ത് കൊണ്ടുവച്ച് കാണിച്ചാലാണ് ഇതെന്തോ വലിയ വിഷയമാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയാണിത്. ഇതിപ്പോൾ കൊടുക്കയിട്ടേക്കല്ലേ? കൊടുക്കാട്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് പണിഞ്ഞു കൊടുക്കുമോ? അല്ല, ഇതിലൂടെ കാണയില്ലേ, ഇത് കണ്ടല്ലേ ആൾക്കാർ എടുക്കാൻ വരുന്നത്. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ കംപ്ലൈൻസുകൾ തിരുത്തി കൊടുക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഒരു സ്പ്രേ എടുത്ത് അടിച്ചാൽ തീരുന്ന കംപ്ലൈൻറ്റേ ഉള്ളൂ. അത് നമുക്കത് മറച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാനത് മറച്ചു വെക്കാതെ ജെന്യൂനായിട്ട് കൊടുത്തതാണ്. അതിൽ ആ പയ്യൻ എടുത്ത് വെച്ചൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചായിരുന്നു. അതാണ് ഏറ്റവും ഒരു കുറേ നാൾ ഈ വണ്ടി കിടന്ന് ഇങ്ങനെ തുരുമ്പൊലിച്ചിറങ്ങിയായിരുന്നു ആ ഭാഗത്ത്. ഇവിടെ കുറേ നാൾ കിടന്ന് ഡോറിനകത്തൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് തുരുമ്പായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന അതൊരു വൃത്തികേട് പോലെ തോന്നും. അതുപോലെ തന്നെ പൈപ്പ് ലീക്കായിരുന്നു, കാണത്തില്ല, ഹെഡിൻ്റെ കവറിനകത്തായിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കണ്ടപ്പോൾ എന്തോ ഒരു വലിയ വിഷയം പോലെ തോന്നി. അദ്ദേഹം തിരിച്ചു വന്നു, ഞാൻ ആ പൈസയൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഏതൊക്കെയായാലും പോട്ടെ, അദ്ദേഹത്തെ സന്തോഷമാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ വേറെ എന്താ പറയുന്നത്, വേറെ സനുവേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഈ സാധാരണക്കാർ വണ്ടി എടുക്കാൻ വരുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ നോക്കിയെടുത്തിട്ടിരിക്കുന്ന വണ്ടികളാണുള്ളത്. അവർക്ക് എന്നെ വിശ്വസിച്ചൊന്നും എടുക്കാം. എന്തെങ്കിലും അവർക്ക് അബദ്ധം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്യും. അവർ വന്ന പൈസ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോഴേ എന്താ പറയുന്നത്, ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഷോറൂം കണ്ടീഷൻ വണ്ടികൾ, ഇത് കുറേ വണ്ടികളുണ്ട്. ചിലർക്ക് വില കൂടുതലാണെന്ന് തോന്നുന്നതായിരിക്കും, അത് അവരുടെ തോന്നലാണ്. എന്ന് പറഞ്ഞാൽ ഞാനത് ഒരുപാട് വർഷം കൊണ്ട് ഈ ബിസിനസ് ചെയ്യണം. നല്ല വണ്ടികൾ വില കൊടുത്തെടുക്കും. അതേ വണ്ടികൾ തന്നെ വേറൊരു സ്ഥലത്ത് ഈ കുറഞ്ഞ വിലയ്ക്കും കിട്ടും. പഴയ വണ്ടികളുടെ മോഡൽ നല്ല വില, ക്വാളിറ്റിക്കാണ് വില. ഈ കിടക്കുന്നതെല്ലാം ക്വാളിറ്റി വണ്ടികളാണ്. ഒന്നും എന്താ പറയുന്നത്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ടിരിക്കുന്ന വണ്ടികളാണ്, ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്. പക്ഷേ ഒരു സാധാരണക്കാർക്കൊന്നും അത്രത്തോളം നോക്കാൻ പറ്റത്തില്ല എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ സാധാരണക്കാർക്കൊന്ന് ധൈര്യമായിട്ട് എടുത്തിട്ട് പോവാം. പിന്നെ CC ഇടാൻ വേണ്ടി ആരും വരരുത്. കഴിയുന്ന പരമാവധി എനിക്കതിന് താല്പര്യമില്ല. പിന്നെ അത്ര അത്യാവശ്യമുള്ളവർക്ക് ഇട്ടും കൊടുക്കും. എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് ഒരു മെക്കാനിക്കിൻ്റെ ആവശ്യമില്ല, ഞാനാണ് മെക്കാനിക്ക്, എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് പിന്നെ ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാളെ കൊണ്ടുവന്ന് നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിനി എത്ര പറഞ്ഞാലും പറ്റിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് സോഷ്യൽ മേഖല. നിങ്ങൾക്കങ്ങനെ പറ്റാതിരിക്കാനുള്ള എല്ലാ പ്രീക്കോഷൻസും നിങ്ങൾ എടുക്കണം. എന്നിട്ട് അതിൽ ഒരു ഓഹരി എന്നെ വിശ്വസിക്കണം. അതല്ല, എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരെ ഞാനും അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾ ഗൗനിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയറാക്കുക. നമ്മളാ ഈ സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് പോയ പയ്യന് പറ്റിയതുപോലെ പറ്റാതിരിക്കാൻ വേണ്ടി, കേട്ടോ. അപ്പോൾ അത് നിങ്ങളാണ്. അദ്ദേഹം ആദ്യം ചെയ്യാനുള്ളത് അവസാനം ചെയ്ത്, അവസാനം ചെയ്യാനുള്ള ആദ്യം ചെയ്ത്. 4 മാസം മുമ്പേ പൈസ വെച്ചെന്ന് വണ്ടി ഇവിടെ ഇട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോയി ഈ വണ്ടിയുടെ പുട്ടി ഇളക്കുന്ന അവിടെ കൊണ്ടുപോയി വണ്ടിയിൽ പുട്ടി ഇട്ടിട്ടാണ് അളന്ന് നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ പുട്ടിയിടാത്ത വണ്ടി 15 വർഷം കഴിഞ്ഞ വണ്ടി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ചെറിയ തുരുമ്പുകളൊക്കെ അതിൻ്റെ അവിടെ ഉണ്ട്. പക്ഷേ അത് എൻ്റെ ഒരു അബദ്ധത്തിൽ പറ്റിയ ഒരു സംഭവമാണ്. പക്ഷേ അദ്ദേഹത്തെ എനിക്ക് മറച്ചു വെച്ച് കൊടുക്കാമായിരുന്നു. ഞാൻ ഒന്നും ചെയ്യില്ല, അതേ കണക്ക് തന്നെ കൊടുത്തു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്?
അപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു, പൈസ കൊടുത്തു. എണ്ണ അടിച്ച 3500 രൂപയ്ക്ക് എണ്ണ അടിച്ചെന്ന് പറഞ്ഞു 2500 രൂപയും കൊടുത്തു. എനിക്കതിലുണ്ടായ നഷ്ടം ഇപ്പം അതിൻ്റെ പല മടങ്ങാണ്. ആ വണ്ടിയിൽ കിട്ടാനുള്ള പൈസയുടെ പല മടങ്ങ് എനിക്ക് നഷ്ടമായി. അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ സഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. എന്നെ വിശ്വസിച്ച് വന്ന് എടുക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാലും നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക, പരമാവധി നിങ്ങളുടെ ഭാഗം ശ്രദ്ധിച്ച് എന്നെ എടുക്കുക. അതെ, യൂസ്ഡ് വണ്ടി, പഴയ വണ്ടികളാണ്. ഞാൻ എത്ര പറഞ്ഞാലും ഇത് പഴയ വണ്ടികളാണ്. അപ്പോൾ ഈ ഇയോൺ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് 100% വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റി വണ്ടികളാണ്. പിന്നെ പഴയപ്പെട്ട കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, അതൊന്നും ക്വാളിറ്റി കുറവൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എഞ്ചിന് വിഷയം ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി, മറ്റ് മേജർ വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി. അത്ര തന്നെയാണ്. നിങ്ങൾ പറ്റിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അത് എൻ്റെ ചുമതലയല്ല, നിങ്ങളുടെ ചുമതലയാണ്. പക്ഷേ എന്നെ വിശ്വസിക്കുന്നവർ ഒരിക്കലും പറ്റിക്കപ്പെടില്ലെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. അത്ര തന്നെയാണ്. ഓക്കെ. ഇത് തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് ഭാഗമാണ്. ആറ്റിങ്ങൽ, കല്ലമ്പലം. ആറ്റിങ്ങലിൽ നിന്ന് 10 കിലോമീറ്റർ കല്ലമ്പലം കഴിഞ്ഞ് 1 കിലോമീറ്റർ വടക്കോട്ട് വരുമ്പോൾ ഫസ്റ്റ് അണ്ടർ പാസേജാണ് ആ കാണുന്നത്. ഫസ്റ്റ് അണ്ടർ പാസേജ്. ആ അണ്ടർ പാസേജിന് തൊട്ട് മുന്നേ ഇടത് സൈഡിന് ഈഞ്ചവിള യൂസ്ഡ് കാർ. ലൊക്കേഷൻ ആർക്കും മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരം ജില്ലയാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ് 10 കിലോമീറ്റർ കല്ലമ്പലം കഴിഞ്ഞ് 1 കിലോമീറ്റർ തട്ടുപാലത്തിലെ ഫസ്റ്റ് അണ്ടർ പാസേജ് വടക്കോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് കാണുന്ന ഇടത് സൈഡിലെ കട. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. കുറേ അധികം നല്ല വണ്ടികളുണ്ടായിരുന്നു. അതേ തന്നെ ഈ സെറ്റിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരും എന്നുള്ളതാണ് എന്നോട് നേരത്തെ പറഞ്ഞത്. അപ്പം വിളിച്ച് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ച് അതിൻ്റെ കംപ്ലൈൻറ്റ്സുകൾ മാറ്റി തരുമോ, അല്ലെങ്കിൽ നമ്മൾ മാറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ എമൗണ്ട് കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരുമോ എന്നൊക്കെ തിരക്കിയിട്ടൊക്കെ വന്നെടുക്കുക. പിന്നെ അല്ലാത്ത പക്ഷം 4-5 വണ്ടികൾ കുറേ കൂടി, അതായത് കിടക്കുന്ന വണ്ടികളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ 3-4 വണ്ടികളുണ്ട്. അങ്ങനെയുള്ള വണ്ടികളും കിടപ്പുണ്ട്. പിന്നെ പഴയ വണ്ടിയാണ്, എന്തെന്ന് പറഞ്ഞാലും പഴയ വണ്ടിയാണ്. പിന്നെ കുറഞ്ഞ തുകയ്ക്ക്, അതായത് ഇപ്പം ബാക്കിയുള്ള കടക്കാർ കൊടുക്കുന്നതിനേക്കാൾ മാന്യമായ ഒരു വിലയിലൊക്കെ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം അതിൻ്റേതായ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അങ്ങനെ പറ്റൂ. അപ്പോൾ കുറഞ്ഞ വണ്ടികൾ അല്ലെങ്കിൽ മിതമായ റേറ്റ് കിട്ടുന്ന വണ്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.